നമസ്കാരം. മലയാള മനോരമ യുവ ക്യാമ്പസ് ഷോർട്ട് ഫിലിം ഫെസ്റ്റ് സീസൺ 3 ഞങ്ങളുടെ എൻട്രിയാണിത്. ടോപ്പിക് താമസമെന്തി വരുവാൻ. ഈ താമസമെന്തി വരുമെന്ന് വിചാരിക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ക്ലിക്കാവുന്നത് തന്നെയാണ് എൻ്റെ മനസ്സിലും ക്ലിക്കായിരുന്നത്. അതായത് പട്ടാളത്തിൽ പോയിട്ട് തിരിച്ചു വരാത്ത മകനെ കാത്തിരിക്കുന്ന അമ്മയെ പോലെ, അല്ലെങ്കിൽ ഇതുപോലൊരു കോഫി ഷോപ്പിൽ കാമുകനെ കാത്തിരിക്കുന്ന കാമുകയെ പോലെ, അതുമല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയിട്ട് വരാതിരിക്കുന്നത് പോലെ. പക്ഷെ ഇതിനൊന്നും പറ്റിയല്ലോ കേട്ടോ ഞങ്ങളുടെ ഷോർട്ട് ഫിലിം. ഈ നാട്ടിൽ നടന്ന 4 സംഭവങ്ങളെ പറ്റിയാണ് ഈ ഷോർട്ട് ഫിലിം പറയുന്നത്. അതിലാദ്യത്തെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അവനെ കാണുന്നില്ലല്ലോ. അവനിപ്പം വരുമായിരിക്കടാ. ശശിയേട്ടാ, ഒരു ചായ. ശശിയേട്ടാ, ഈ വരുമെന്ന് പറയണത് ശരിയാണോ? അവൻ എന്തായിരിക്കും അയാളോട് ചോദിച്ചത്? കർത്താവേ, പെട്ടെന്ന് തന്നെ ഇവൻ പ്രാർത്ഥിച്ചതോ? കുറച്ചൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഈ സ്ത്രീകൾ എന്തിനാ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്? എന്തിനാ ബഹളം വെക്കുന്നത്? കാണുന്നില്ലല്ലോ. വിളിച്ചിട്ടും എടുക്കുന്നില്ലല്ലോ. നിങ്ങളിപ്പോൾ ഈ 4 സംഭവങ്ങൾ കണ്ടു. അവരൊക്കെ എന്തിനായിരിക്കും വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഇത് കണ്ടപ്പോൾ 4 ക്ലൈമാക്സുകൾ നിങ്ങളുടെ മനസ്സിലും വന്നില്ലേ? എന്തിനാ കാത്തിരിക്കുന്നത്? നമുക്ക് യഥാർത്ഥ ക്ലൈമാക്സ് ഒന്ന് കാണാം. കുടിവെള്ളം കൊണ്ട് ഇന്നും വന്നില്ല. എന്നാ പോയേക്കാം. ശശിയേട്ടാ, ഈ സ്മാർട്ട് സിറ്റി വരുമെന്ന് പറയണത് ശരിയാണോ? അടുത്ത വെള്ളിയാഴ്ച വരുമെന്നാ പറഞ്ഞത്. വേണ്ടായിരുന്നു. ചേട്ടാ, ചായ ഇട്. പോയിട്ട് ഭയങ്കര ധൃതിയുണ്ട്. കർത്താവേ, ആ സ്മാർട്ട് സിറ്റി ഒന്ന് പെട്ടെന്ന് തന്നെ എൻ്റെ ജോലിക്കാര്യം ഒന്ന് ശരിയാക്കണേ. സ്മാർട്ട് സിറ്റി അല്ലേ? അപ്പോൾ എൻ്റെ ജോലിക്കാര്യത്തിലൊരു തീരുമാനമാകുമല്ലോ. വെയിറ്റ് ചെയ്തേ പറ്റൂ. വെയിറ്റ് ചെയ്തേ പറ്റൂ. ഉള്ളതെല്ലാം മറച്ചു വയ്ക്കും, എന്നിട്ട് ഭാഗങ്ങളെ ഇട്ട് വരയ്ക്കുക. അവർ കാത്തിരുന്നത് കുടിവെള്ളം, സ്മാർട്ട് സിറ്റി, ഗ്യാസ് കണക്ഷൻ, ഇലക്ട്രിസിറ്റി. നമ്മളുടെ കൊച്ചു കേരളത്തിൽ ഒരു 100,000 പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതൊരു ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് ഈ 4 പ്രശ്നങ്ങളെ നമ്മൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഈ നാട്ടിൽ പുതിയ ഭരണം വരുന്നുണ്ട്, പുതിയ ഭരണാധികാരികൾ വരുന്നുണ്ട്, പുതിയത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ വരാൻ എപ്പോഴും താമസം. അതുകൊണ്ട് നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ മനസ്സിലും ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ.
താമസം എന്തേ വരുവാൻ? ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുമോ? നമുക്ക് വെറുതെ കാത്തിരിക്കാം.